മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽസമ്മയും കുടുംബത്തെയും കൂട്ടി സ്റ്റാൻലി കുളത്തൂപ്പുഴ പോവുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് സ്റ്റാൻലിയുടെ ബംഗ്ലാവിൽ താമസിക്കുകയും ഇതേ സമയം ബാലചന്ദ്രൻ വിളിച്ച് ബബിതയെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു എന്ന് അലീനയെ അറിയിക്കുകയാണ്. അവരെത്രയും പെട്ടെന്ന് കുളത്തൂപ്പുഴയിലും ബബിതയെ അന്വേഷിച്ച് വരുമെന്നാണ് ബാലചന്ദ്രൻ അറിയിച്ചത്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. റോമൽ തന്റെ തടിച്ച തല സ്റ്റാൻലിയുടെ കാലിലേക്ക് നീട്ടിവെച്ചു. ലാബ്രഡോർ ഇനത്തിൽപ്പെട്ടവനാണ് റോമൽ. അവന് ചാട്യവും ശൗര്യവും ബുദ്ധിയും കൂടും. അതുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധക്കാലത്ത് പശ്ചിമേഷ്യയിലേക്ക് ഇരച്ചു കയറി വന്ന തന്ത്രശാലിയ ജർമ്മൻ സൈന്യാധിപന്റെ പേര് സ്റ്റാൻലി തന്റെ നായക്കിട്ടത്. സ്റ്റാൻലി അവന്റെ തലയിൽ ചേടിക്കൊണ്ട് ചിന്താധീനനായി ഇരുന്നു. അലീന പ്രതീക്ഷയോടെ പപ്പയെ നോക്കി. ബാലചന്ദ്രമേനോൻ ഇതേപ്പറ്റി എന്തു പറഞ്ഞു? അയാളല്ലേ ഇത് കൈകാര്യം ചെയ്യേണ്ടയാൾ. അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. ബബിത എന്തോ പ്രേമനരേശത്തിൽപ്പെട്ട് ആത്മഹത്യാശ്രമം നടത്തിയെന്നേ അച്ഛൻ അറിയൂ. അവൾ എന്നോട് മാത്രമേ സത്യം മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. നിനക്കിത് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ? നമ്മൾ മുൻപേ തന്നെ പോലീസിൽ പരാതിപ്പെടേണ്ടിയിരുന്നു. സ്റ്റാൻലി അലീനയെ കുറ്റപ്പെടുത്തി. എന്നിട്ടോ? പത്രങ്ങളിലും മാസികകളുമെല്ലാം അച്ചടിച്ചു വരും. പെൺവാണിഭം, സെക്സ് റാക്കറ്റ്, കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു, ആതിരപ്പള്ളിയിൽ കൊണ്ടുപോയി അശ്ലീല ചിത്രമെടുത്ത് വിൽക്കാൻ ശ്രമിച്ചു, പിന്നെ ഐഡന്റിഫിക്കേഷൻ പരേഡ്, ചോദ്യം ചെയ്യൽ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അവൾക്ക് പിന്നെയും ജീവിച്ചിരിക്കണ്ടേ പപ്പ? ഓഹോ, അവളെ ദ്രോഹിച്ചവർ രക്ഷപ്പെട്ടോട്ടെന്നോ? അവർ ഇതെല്ലാം വീണ്ടും ആവർത്തിച്ചോട്ടെന്നോ? പോസിറ്റീവ് ഫെമിനിസത്തിന്റെ വക്താവാണല്ലോ നീ. എന്നിട്ട് നിനക്കും ഇതാണോ അഭിപ്രായം? സ്റ്റാൻലി ധർമ്മരോഷം പൂണ്ടു. ഞാൻ അവളോട് പറഞ്ഞതാ പപ്പ, അവളെ ദ്രോഹിച്ചവരെ വെറുതെ വിടരുതെന്ന്. പക്ഷേ ഇനി മൂന്നാമതൊരാൾ ഇതറിഞ്ഞാൽ മരിച്ചു കളയുമെന്ന് അവൾ പറയുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ജീവിച്ചിരിക്കാൻ യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു അവൾക്ക്. ആദ്യത്തെ ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടെങ്കിലും വീണ്ടും അതുതന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. ആ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് പപ്പയ്ക്കറിയോ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ച സത്യം ഇപ്പോൾ വേറൊരു ഭാഗത്തുകൂടി പുറത്തു വന്നില്ലേ? അതിന്റെ അനന്തരഫലം ഇനി അനുഭവിച്ചല്ലേ പറ്റൂ. പപ്പ, കേസിൽ നമ്മൾ കക്ഷി ചേരണ്ട. പത്രമാസികകളും ചാനലുകളും ഒക്കെ ആയിട്ട് വലിച്ചഴിക്കുന്നത് താങ്ങാനുള്ള മനക്കരുത്ത് അവൾക്കില്ല. രോഹിത്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവൾ ആ അപമാനവും വേദനയും വിഷമവും എല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്തതാ. ഇതെഴുതുന്ന പത്രക്കാർക്കോ, പീഡിപ്പിച്ച സ്ഥലം പോലും ക്യാമറ കണ്ണിലൂടെ പൊതുജനത്തിന് കാട്ടിക്കൊടുക്കുന്ന ചാനലുകാർക്കോ ഇങ്ങനെയൊന്നും ഇനി ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹമുണ്ടോ? ഒരിക്കലുമില്ല. നാളെയും അതുപോലത്തെ ഉഗ്രൻ വാർത്തകൾ ഉണ്ടാകണമെന്നല്ലേ അവരുടെ ആഗ്രഹം. അവരെഴുതുന്നതിൽ എന്താ തെറ്റ്? സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ തുറന്നു കാട്ടേണ്ടത് മാധ്യമങ്ങളുടെ കടമയാ. അവരത് ചെയ്യുന്നു. സ്റ്റാൻലി തർക്കിച്ചു. രോഹിത്തിന്റെ കേസിൽ ഞാൻ ആ കടമ കുറെ കണ്ടതാ. എല്ലാ ദിവസവും മുൻപേജിലായിരുന്നു വാർത്ത, അതും ഫോട്ടോകൾ സഹിതം പല കോളം. ആ സമയത്ത് ഭിക്ഷതണ്ടി നടന്ന ഒരു യാചകി കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിച്ചുവെന്ന് ഒരു വാർത്ത വന്നു. പത്രത്തിന്റെ ലോക്കൽ പേജിൽ ഏറ്റവും താഴെ കടുകുമണി പോലെ. രണ്ടും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമല്ലേ പപ്പ? ഒരു ചാനലുകാരും അത് റിപ്പോർട്ട് ചെയ്തില്ല. ഒരു പത്രവും വെണ്ടയ്ക്ക നിരത്തിയില്ല. ഒരു പോലീസുകാരനും കർശനമായ രീതിയിൽ ആക്ഷൻ എടുത്തില്ല. അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ രാഷ്ട്രീയക്കാരോ സമുദായ സംഘടനകളോ കൊടിയും പിടിച്ച് വന്നില്ല. ഒരൊറ്റ മഹിളാ സംഘടനയെ പോലും കണ്ടില്ല. ആ യാചകി പിന്നീട് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ആ കേസ് എങ്ങും എത്തിയില്ല. അലീന തെല്ലമർഷത്തോടെയാണ് പറഞ്ഞത്. അതൊന്നും ആരുടെയും കുറ്റമല്ല. സാമാന്യ ജനങ്ങൾക്ക് എന്തിലാണ് താല്പര്യമെന്ന് പത്രങ്ങൾക്കറിയാം, ചാനലുകാർക്കറിയാം, സംഘടനകൾക്കും അറിയാം. ഒരു സമൂഹ മനസാക്ഷിക്ക് ഏത് കുറ്റകൃത്യം ചെയ്യാനാണോ അടക്കിവെച്ച രഹസ്യ താല്പര്യങ്ങളുള്ളത്, ആ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും കൂടുതലായി സ്വീകരിക്കപ്പെടും എന്നതാണ് സത്യം. ഞാൻ തോറ്റു പപ്പ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറ. ബബിത എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുക. സാരമില്ല, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ഇതുവരെ പോലീസൊന്നും വന്നില്ലല്ലോ, വരട്ടെ. അലീന തിരിച്ചു പോകുമ്പോൾ ഹാളിനിരിക്കെ കാത്തു നിൽക്കുന്ന ബബിതയെ കണ്ടു. പപ്പ എന്തു പറഞ്ഞു ചേച്ചി? അവൾ ഉദ്വേഗത്തോടെ തിരക്കി. പപ്പ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. സത്യം പറ ചേച്ചി. സത്യമായിട്ടും അങ്ങനെ തന്നെ. ചേച്ചി എല്ലാ കാര്യങ്ങളും പപ്പയോട് പറഞ്ഞോ? ഇല്ല, പപ്പ അറിയേണ്ടത് മാത്രം. അലീന അവളെ സമാശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ 11 മണിയോടെ ഒരു പോലീസ് ജീപ്പ് സ്റ്റാൻലിയുടെ വീട്ടിലെത്തി. ബബിത തന്നെയാണ് അവരെ ആദ്യം കണ്ടത്. അവൾ ടെൽസിയുമൊത്ത് ഗോതമ്പ് മണികൾ വാരി വിതറിക്കൊണ്ട് പ്രാവിൻകൂടിനരികെ നിൽക്കുകയായിരുന്നു. അവൾക്കു ചുറ്റും പ്രാവുകൾ പറന്നുയരുകയും താഴുകയും നിലത്ത് ധാന്യമണികൾ കൊത്തിപ്പെറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
പോലീസ് വണ്ടി ഗേറ്റിലൂടെ വരുന്നത് കണ്ട് ബബിത സ്തംഭിച്ചു നിന്നുപോയി. സ്റ്റാൻലി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ മാത്രമേ ആ നടുക്കം അവളെ വിട്ടൊഴിഞ്ഞുള്ളൂ. പോലീസല്ലേ ചേച്ചി അത്? ടെൽസ 2-3 തവണ ചോദ്യം ആവർത്തിച്ച ശേഷമാണ് അവളത് കേട്ടത്. ആ അതെ. ബബിതയുടെ നോട്ടം സിറ്റൗട്ടിൽ തന്നെ തങ്ങി. ഒരു പോലീസുകാരൻ പാൻസിന്റെ പോക്കറ്റിൽ കൈകൾ തിരികെ വെച്ച് ഏതോ സുഖവാസ കേന്ദ്രത്തിൽ ചെന്ന മട്ടിൽ അങ്ങിങ്ങി നടന്ന് പരിസര ഭംഗി ആസ്വദിക്കുന്നു. ബബിത ടെൽസിയെയും കൂട്ടി ബംഗ്ലാവിന്റെ പിന്നിൽ കൂടി കിച്ചണിലെത്തി. അവിടെ നിന്ന് ഊണുമുറിയിലൂടെ ഹാളിന് പിന്നിലെ ഇടനാഴിയിൽ ചെന്നു. അലീന എൽസമ്മയുടെ സമീപത്തായിരുന്നു. ബബിതയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. അലീന ചേച്ചി. ബബിത അവളുടെ കൈത്തണ്ടയിൽ ഒരാശ്രയത്തിനെന്നോണം മുറുകെ പിടിച്ചു. നീ എന്തിനാ പേടിക്കുന്നേ? പോലീസ് വന്നത് ഞാൻ കണ്ടു. പപ്പ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞില്ലേ? അലീന ധൈര്യം പകർന്നു. ഹാളിൽ സ്റ്റാൻലിയോട് സംസാരിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. സ്റ്റാൻലി ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ബഹുമാനത്തോടെയാണ് ഇടപെട്ടത്. എവിടെയായിരുന്നു? ഏതു വർഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്? ഇതാണോ സ്വന്തം സ്ഥലം? ഇവിടെ എന്ത് ചെയ്യുന്നു? എന്നെല്ലാം അവർ സ്റ്റാൻലിയോട് തിരക്കി. അഞ്ചലിലും ഒരു വീടുണ്ടല്ലേ? അവർ ചോദിച്ചു. ഉവ്, ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നു. വന്നവരിൽ സണ്ണി സ്റ്റീഫൻ എന്നയാൾ കമ്മീഷണറുടെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലെ CI ആണ്. മറ്റേയാൾ സൈബർ സെല്ലിന്റെ ചാർജുള്ള SI ശ്രീകുമാർ. സാർ, ബബിത എന്നൊരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടോ? സണ്ണി സ്റ്റീഫൻ ചോദിച്ചു. ഉണ്ടല്ലോ. ഞങ്ങൾ ആദ്യം പാലായിലാണ് ചെന്നത്. ബബിതയുടെ വീട് അവിടെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആൾ ഇവിടെയാണെന്ന് മനസ്സിലായത്. ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്നാണ് ബബിതയുടെ അച്ഛൻ ബാലചന്ദ്ര മേനോൻ തന്ന വിവരം. ഒരു സംശയം ചോദിച്ചോട്ടെ, തെറ്റിദ്ധരിക്കരുത്. ബാലചന്ദ്ര മേനോൻ എങ്ങനെയാണ് സ്റ്റാൻലി ജോസഫിന്റെ ബന്ധുവാകുന്നത്? അത് ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, വിചിത്രമാണ്. അങ്ങനെ പറയാൻ പറ്റൂ. സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾ ഈയിടെ സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള ഒരാളെ പിടികൂടി. അറസ്റ്റ് വാർത്ത ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അയാളെ ചോദ്യം ചെയ്ത് വന്നപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കിട്ടി. ഇപ്പോൾ ഇവിടെയുണ്ടെന്ന് പറയുന്ന ബബിത എന്ന പെൺകുട്ടിക്ക് ആ സെക്സ് റാക്കറ്റുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ അവൾ ആ റാക്കറ്റിലെ ഒരു കണ്ണിയായിരുന്നു. കണ്ണിയെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായില്ല, സ്റ്റാൻലി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ചിലർ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ പ്രൂവ് ഹെർ ഇൻവോൾവ്മെന്റ്. പക്ഷേ അതിനു മുൻപ് ഞങ്ങൾക്ക് ബബിതയെ ഒന്ന് കാണണം. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ കാണാൻ ബുദ്ധിമുട്ടാകും. ഞങ്ങൾക്ക് അവളെ അറസ്റ്റ് ചെയ്യാനും പ്രൊവിഷൻ ഉണ്ട്. നോ നോ നോ, വിത്തൗട്ട് മൈ കൺസേൺ യു കനോട്ട്. ഐ ആം ദി ഗാർഡിയൻ ഇൻചാർജ്, ദാറ്റ്സ് വൈ. സ്റ്റാൻലി പറഞ്ഞു നിർത്തി. സർ, താങ്കൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ചെറിയ കേസല്ല. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പ്രമാദമായൊരു പെൺവാണിഭ കേസാണ്. സി മിസ്റ്റർ സണ്ണി സ്റ്റീഫൻ, നിങ്ങൾ എന്നെ ത്രട്ടൺ ചെയ്യണ്ട. പരമാവധി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ കേസിൽ ബബിതയുടെ റോൾ ചീറ്റ് ചെയ്യപ്പെട്ട് അതിൽ മനംനൊന്ത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച് അതും പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടേതാണ്. ആ കുട്ടി ചീറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ അവൾ പരാതിപ്പെടണമായിരുന്നു. തീർച്ചയായും പോലീസ് നടപടിയെടുക്കുമായിരുന്നു. അവർക്ക് പരാതിപ്പെടാൻ മനസ്സില്ലായിരുന്നു. എന്തു ചെയ്യും? CI സണ്ണി സ്റ്റീഫനും ശ്രീകുമാറും തമ്മിൽ നോക്കി. ശരി, ഞങ്ങൾ വാറന്റുമായി വരാം. നിങ്ങൾ ഒന്നും കൊണ്ടുവരണ്ട, അവിടെ വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ അവിടെ വന്ന് എടുത്തോളാം. സാർ, കാര്യം അറിയാതെയാണ് ശോഭിക്കുന്നത്. ഓക്കെ, എനിക്ക് കാര്യമറിയില്ല. പക്ഷേ നിങ്ങൾക്ക് കാര്യമറിയാലോ. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് ശരിയായ വിവരം കിട്ടിക്കാണും. എന്തുകൊണ്ടാണ് ആ കുട്ടി അവളെ ദ്രോഹിച്ചവർക്കെതിരെ പരാതിപ്പെടാതിരിക്കുന്നതെന്നും സൂയിസൈഡിന് ശ്രമിച്ചതെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ടാകും. അഭിമാനത്തെ കരുതിയാണ്. എന്തെങ്കിലും വിവരം അവളിൽ നിന്നും കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതും എന്റെ സാന്നിധ്യത്തിൽ മാത്രം. അങ്ങനെ നിബന്ധനയൊന്നും വെക്കണ്ട സാർ. ഇതിന്റെ പേര് സഹകരണമെന്നല്ല, നിസ്സഹകരണമെന്നാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു പെൺവാണിഭ കേസ് കയ്യിൽ കിട്ടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ പേര് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എടുത്തിട്ട് അലക്കണോ? കീർത്തിമുദ്രയും പ്രമോഷനും ഒക്കെ കിട്ടാൻ വേറെ കൊള്ളാവുന്ന വഴിയൊന്നുമില്ലേ? സാർ, താങ്കൾ എഴുതാപ്പുറം വായിക്കുകയാണ്, പോലീസ് പറഞ്ഞു. അല്ലെങ്കിൽ എന്തിനാണ് ഈ കസർത്ത്? നിങ്ങൾ എന്തായാലും ബബിതയുടെ ബയോഡാറ്റ മുഴുവൻ ബൈഹാർട്ടാക്കി കാണുമല്ലോ. നല്ല ഒന്നാന്തരം കുടുംബത്തിൽ ധാരാളം സമ്പത്തും പ്രൗഢിയുമുള്ള അച്ഛനമ്മമാർക്ക് ജനിച്ച കുട്ടി. അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരുടേതല്ല. അത് ഞങ്ങൾ അന്വേഷിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ആ ഫാമിലിയിലെ ഒരു പയ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ബ്രോക്കൺ ഫാമിലി ആണെന്നും അറിയാം. അച്ഛൻ ഒറ്റയ്ക്ക്, മകൻ ബാംഗ്ലൂരിൽ, അമ്മയും ഇളയ കുട്ടിയും വാടക വീട്ടിൽ. ഒരു മകൾ അവളുമായി യാതൊരു ബന്ധവുമില്ലാത്ത റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിൽ.
വളരെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇത് ശരിയാവാൻ പോകുന്നില്ലെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. സ്റ്റാൻലി മുഷിഞ്ഞെഴുന്നേറ്റു. CI സ്റ്റീഫൻ മൊബൈൽ ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാൾ ഫോണിലൂടെ സംസാരിച്ചു. സാർ, CI സണ്ണി സ്റ്റീഫൻ. നമ്മൾ ടാർഗറ്റ് ചെയ്ത കക്ഷി ഇവിടുണ്ട്, കുളത്തൂപ്പുഴയിൽ. പക്ഷേ കാണാനും സംസാരിക്കാനും ഹൗസ് ഓണർ സമ്മതിക്കുന്നില്ല. വൺ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ. ഞങ്ങൾ എന്തു പറഞ്ഞിട്ടും ഫലമില്ല സാർ. അതേ അദ്ദേഹമാണ് ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കൊടുക്കാം സാർ. സണ്ണി സ്റ്റീഫൻ മൊബൈൽ ഫോൺ സ്റ്റാൻലിയുടെ നേർക്ക് നീട്ടി. എക്സ്ക്യൂസ് മീ സാർ, അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അദ്ദേഹത്തിന് താങ്കളോട് സംസാരിക്കണമെന്ന്. ഞാൻ മറ്റുള്ളവരുടെ ഫോൺ ഉപയോഗിക്കാറില്ല. ചെവി വേദനിക്കും, അലർജിയാണ്, സ്റ്റാൻലി പറഞ്ഞു. സ്റ്റാൻലി തന്റെ അതൃപ്തി ഒട്ടും മറച്ചുവെച്ചില്ല. CI സണ്ണി സ്റ്റീഫൻ ഫോണിൽ AC-യുമായി സംസാരിച്ചുകൊണ്ട് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ തിരികെ വാതിൽ കടന്നു വന്നു. മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, ബബിതയും കൂട്ടി നാളെ തന്നെ താങ്കൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ എത്തണമെന്ന് AC പറയുന്നു. ഓക്കെ, എനിക്കതാണ് സൗകര്യം. AC-യുടെ ഓഫീസ് അറിയാമല്ലോ, എറണാകുളത്ത് ഹൈക്കോടതിക്ക് സമീപം. എനിക്കറിയാം. ഇവിടെ വച്ച് ഞങ്ങളോട് സഹകരിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് എളുപ്പം, സണ്ണി സ്റ്റീഫൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഏതായാലും എറണാകുളത്ത് വരേണ്ടി വരും. അപ്പോൾ അതല്ലേ കൂടുതൽ എളുപ്പം, സ്റ്റാൻലി തിരിച്ചു ചോദിച്ചു. CIയും SIയും കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ യാത്ര പറഞ്ഞിറങ്ങി. അവർ പോയ ഉടനെ അലീന സ്റ്റാൻലിയെ സമീപിച്ച് ആശങ്കയോടെ തിരക്കി. അവരെന്താ പപ്പ ബബിതയെ കാണാതെ പോയത്? ഞാനത്ര താല്പര്യം കാണിച്ചില്ല. അവർ ചില മുൻവിധികളോടെയാണ് വന്നത്. അവർ പിണങ്ങിപ്പോയതാണോ? അല്ല, ബബിതയും കൂട്ടി അവിടെ ചെല്ലാമെന്ന് ഞാൻ സമ്മതിച്ചു. ഇവിടം കൊണ്ട് തീരുമായിരുന്നെങ്കിൽ അതല്ലായിരുന്നോ പപ്പ നല്ലത്? ഇവിടം കൊണ്ട് തീരില്ല. അവർക്കൊരു സ്റ്റോറി കിട്ടി. ഇനി അത് ആഘോഷമാക്കാൻ കുറച്ചു കഥാപാത്രങ്ങളെ വേണം. ബബിതയെ അവർ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചേക്കുമെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ അല്പം ഇടഞ്ഞത്. അവർ എന്തൊക്കെ പറഞ്ഞു പപ്പ? ആരെയൊക്കെയാ അവർ പിടികൂടിയത്? ബബിതയെപ്പറ്റി അവർക്ക് എവിടുന്നാ വിവരം കിട്ടിയത്? അവരെല്ലാം ഡീറ്റെയിൽസായി അന്വേഷിച്ചിട്ടുണ്ട്. ബബിത ഏതോ സെക്സ് റാക്കറ്റിന്റെ ഒരു കണ്ണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എനിക്ക് രോഗം മനസ്സിലായി. സാരമില്ല, നീ അവളോട് ചെന്ന് പറ ഉടൻ എറണാകുളത്തിന് പുറപ്പെടാൻ റെഡിയാകണമെന്ന്. എറണാകുളത്തേക്കോ? ഉടനെയോ? ഇന്ന് തന്നെ പോയേക്കാം. അവിടെ ചെന്ന് ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? എനിക്കെന്തായാലും ഇന്ന് പറ്റില്ല പപ്പ. അല്ലെങ്കിലും ആന്റിയെയും ടാനിയെയും നോക്കാൻ ആളില്ലാതെ എങ്ങനെയാ? ശരി, ഞാനും ബബിതയും കൂടെ പോയിക്കോളാം. ബബിതയ്ക്ക് മാമച്ചന്റെ വീട്ടിൽ പരിചയമുണ്ടോ? രേവതിക്കുട്ടിയെയും അങ്കിളിനെയും ആന്റിയും ഒക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അല്ലെങ്കിൽ അപ്പച്ചനും കൂടി പോരട്ടെ? അപ്പച്ചൻ ഇവിടെ വേണം, പ്രത്യേകിച്ച് പപ്പയും കൂടി ഇല്ലാത്തപ്പം. അലീന പിന്നീട് ബബിതയുടെ അരികെ ചെന്ന് അവളെ വിവരങ്ങൾ ധരിപ്പിച്ചു. പോലീസ് വന്നതു മുതൽ അവൾ ആകെ അന്താളിച്ചു നിൽക്കുകയായിരുന്നു. അവർ പോയി എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. എറണാകുളത്തേക്ക് പോകാൻ റെഡിയാകുന്നതിനിടെ ബബിത അലീനയോട് പറഞ്ഞു, ചേച്ചി കൂടി വന്നിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. പപ്പയുടെ അടുത്ത് ഞാൻ വിരണ്ടിരിക്കുകയുള്ളൂ. ഞാൻ വന്നാൽ ഇവിടെ ആരെങ്കിലും വേണ്ടേ മോളെ? അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കണമായിരുന്നു. അത് പറ്റില്ലല്ലോ. സാരമില്ല, മാമച്ചനങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പം നിനക്ക് കൂട്ടുകിട്ടും. അവിടെ രേവതിക്കുട്ടിയുണ്ട്, റാണിയാൻറ്റി ഉണ്ട്, ചിന്നുമോളുണ്ട്. എല്ലാവരും ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം പപ്പയും നീയും കൂടി ചെല്ലുന്നുണ്ടെന്ന്. സ്റ്റാൻലി അരമണിക്കൂറിനുള്ളിൽ തയ്യാറായി വന്നു. കാറിനരികിൽ വരെ അലീന അയാളെ അനുഗമിച്ചു. കാറിൽ കയറിയിരുന്ന ശേഷം ബബിത അലീനയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇടയ്ക്കിടെ വിളിക്കണേ ഒരു ധൈര്യത്തിന്. അലീന തലയാട്ടി. എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ സ്റ്റാൻലി ബബിതയോട് ചോദിച്ചു, നിന്നെ പറ്റിച്ചവന്റെ പേരെന്താ? സിദ്ധാർത്ഥൻ. അതാണോ ശരിക്കും അവന്റെ പേര്? അറിയില്ല. വേറെ ആരൊക്കെയാ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്? ഒരു സോണിയ ഡേവിഡ്, താരാകൃഷ്ണൻ ഉണ്ണി. ഇതിൽ ജീവന്റെയും സന്തോഷിന്റെയും പേര് ശരിക്കും അതാണോ എനിക്കറിയില്ല. ലേഡീസിന്റെ പേരുകളോ? അവരെന്റെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്നവരാ. എന്റെ സീനിയേഴ്സ് ആയിരുന്നു. ഒരാൾ റൂംമേറ്റും. ഇവരൊക്കെ പറ്റിക്കുന്നവരാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും അറിയാൻ സാധിച്ചില്ലേ? കൗശലക്കാർക്ക് അതിൻ്റെതായ ഒരു മുഖമുണ്ട്. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും. നിങ്ങൾ എങ്ങനെ അത് തിരിച്ചറിയാതെ പോകുന്നു? ബബിത മിണ്ടാതെ മുഖം താഴ്ത്തിയിരുന്നു. നിന്നെ ഇതിലേക്ക് ലീഡ് ചെയ്ത കൂട്ടുകാരികൾ ഇപ്പോഴും അതേ കോളേജിൽ തന്നെയുണ്ടോ? സ്റ്റാൻലി ചോദിച്ചു. അവരുണ്ടാകും, അറിയില്ല. അവരുടെ കാര്യം ആ പോലീസുകാർ പറഞ്ഞില്ലല്ലോ. അവരിപ്പോഴും സേഫായിട്ട് കഴിയുകയാണെന്ന് വേണമല്ലോ കരുതാൻ. അവർക്ക് ആ ഗ്യാങ്ങിലുള്ളവരുടെ ശരിയായ അഡ്രസ്സും ഫോൺ നമ്പരും അറിയില്ലേ? അറിയാമായിരിക്കും. സാധാരണ ആത്മഹത്യാശ്രമം നടത്തുന്നവർ ഒരു കുറിപ്പെങ്കിലും എഴുതി വയ്ക്കും. ബബിത എന്തുകൊണ്ടാ ചീറ്റ് ചെയ്തവരെ പറ്റി ഒരു സൂചന പോലും നൽകാതെ സൂയിസൈഡ് ചെയ്യാൻ പോയത്? നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചോ?
എനിക്കറിയില്ല പപ്പ. ബബിതയ്ക്ക് കരച്ചിൽ വന്നു. എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യം. എന്നെ തന്നെ ഞെരടിക്കൊല്ലാനുള്ള വൈരാഗ്യം. ഞാൻ എങ്ങനെ ഇതുപോലൊരു പൊട്ടിയായിപ്പോയി? എനിക്ക് എങ്ങനെ ഇത്രയ്ക്ക് ചീത്തയാകാൻ പറ്റിയെന്നൊക്കെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കണ പോലെ തോന്നി. ഇനി ജീവിച്ചിരിക്കാൻ പോലും കൊള്ളില്ലെന്നും തോന്നി. ബബിത കർച്ചീഫ് എടുത്ത് പെട്ടെന്ന് മുഖം മറച്ച് കുനിഞ്ഞിരുന്നു. സാരമില്ല, പോട്ടെ. ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല. ടാനിയയ്ക്കുണ്ടായ അനുഭവം കണ്ടില്ലേ? സ്റ്റാൻലി സാന്ത്വന രൂപേണ പറഞ്ഞു. നേരിയ ചാറ്റൽ മഴയുണ്ട്. വൈജയന്തി ടൂറിസ്റ്റ് ബസിന്റെ ചവിട്ടുപടിയിൽ നിൽക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ വിദ്യാർത്ഥിനികൾ ഒറ്റയായും കൂട്ടായും വന്ന് ബസ്സിൽ കയറുന്നുണ്ട്. വൈജയന്തി ബസ്സിനുള്ളിലേക്ക് കയറി എല്ലാവരും എത്തിച്ചേർന്നോ എന്ന് നോക്കി. 3 സീറ്റുകൾ കൂടി ഒഴിഞ്ഞു കിടക്കുന്നു. മിഷയും നീനയും സിൽവിയും വരാനുണ്ട് മേഡം, പിൻഭാഗത്തിരുന്ന തനൂജ പറഞ്ഞു. അവരാണല്ലോ എവിടെയും പ്രോബ്ലം. 3 കൂടി ഒന്നിച്ചേ നടക്കൂ, വൈജയന്തി പിറുപിറുത്തു. ഡ്രൈവർ ഇതുവരെ കയറിയിട്ടില്ല ടീച്ചർ, പിന്നെന്തിനാ വെപ്രാളം? സിനി തോമസ് പറഞ്ഞത് കേട്ട് മറ്റു വിദ്യാർത്ഥിനികൾ ചിരിച്ചു. അല്ലെങ്കിലും ടീച്ചർ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടീച്ചറുടെ മക്കളൊന്നും അല്ലല്ലോ, പ്രായപൂർത്തിയായ സ്റ്റുഡൻസ് അല്ലേ. ഗിവ് ദം സ്പേസ്. അത് റോസ്ലിൻ ടീച്ചറായിരുന്നു. വൈജയന്തി മുഖം വെട്ടിച്ച് വീണ്ടും ചവിട്ടുപടിയിലേക്ക് ഇറങ്ങി നിന്നു. എപ്പോൾ ടൂർ പ്രോഗ്രാമായി പോയാലും കൂട്ടത്തിലുണ്ടാവും തലതെറിച്ച 3-4 എണ്ണം. വൈജയന്തി മനസ്സുകൊണ്ട് പിറുപിറുത്തു. അവർ നോക്കി നിൽക്കെ സുതാര്യമായ മഴയിലൂടെ ഒരു കാർ ഒഴുകി വന്ന് ഹോട്ടലിന് മുമ്പിൽ നിന്നു. അതിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ബബിത ഇറങ്ങിയത് കണ്ട് വൈജയന്തി അന്തം വിട്ടു. അവൾ എങ്ങനെ ഇവിടെ? ഇതാരുടെ കാർ എന്നെല്ലാം ചിന്തിച്ചു നിൽക്കെ ബബിത തലയ്ക്കുമീതെ കൈപിടിച്ച് മഴയെ മറച്ചുകൊണ്ട് ബോണറ്റിന് മുൻപിലൂടെ ഡ്രൈവറുടെ ഭാഗത്തേക്ക് വന്നു. ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. പൊടുന്നനെ വൈജയന്തിയുടെ കാഴ്ച മറച്ചുകൊണ്ട് ഒരു ബസ് കടന്നുപോയി. പിന്നെ വൈജയന്തി നോക്കുമ്പോൾ ഒരു കുട നിവർത്തി ഇടതുകൈ കൊണ്ട് ബബിതയെ ചേർത്ത് പിടിച്ച് ആജാനുബാഹുവായ ഒരാൾ പുറംതിരിഞ്ഞ് ഹോട്ടലിന് നേർക്ക് നടന്നു നീങ്ങുന്നു. വീണ്ടും ഒരു ബസിന്റെ മറ. ഇപ്പോൾ 2 പേരെയും കാണാനില്ല. അവർ കടന്നുപോയ ചില്ലുവാതിൽ മെല്ലെ വന്നടയുന്നു. വൈജയന്തി ചവിട്ടുപാടിൽ നിന്ന് താഴേക്കിറങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.